വിവാഹിതയായൊരു സ്ത്രീ പാലക്കാട് സ്വദേശിയായ പങ്കാളിയുമായി വൈവാഹിക ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അറിയിക്കാൻ പാലക്കാട്ടെ ജനപ്രതിനിധിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി അവർ സന്ദേശങ്ങൾ അയക്കുന്നു. പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. സാധാരണ നിലയിൽ ഈ സാഹചര്യത്തെ ഒരു ജനപ്രതിനിധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ആ സ്ത്രീയുടെ സാഹചര്യങ്ങളെയും മാനസികാവസ്ഥയും വൈകാരികമായി മുതലാക്കി അവരുമായി സൗഹൃദവും പിന്നീട് ശാരീരിക ബന്ധവും സ്ഥാപിക്കുന്നു. പങ്കാളിയുമായി അതിനോടകം പിരിഞ്ഞിരുന്ന അവർക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കൊടുക്കുന്നു. അവളിൽ ഒരു കുഞ്ഞ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പിന്നീടുണ്ടായതെല്ലാം കേരളം കണ്ടതാണ്, കേട്ടതാണ്. ജനപ്രതിനിധികളെ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥയെ വൈകാരികമായി മുതലെടുത്ത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ എല്ലാം തീരുമാനിച്ചാലോ? അപ്പോഴും സ്ത്രീയുടെ പാതിവൃത്യം തേടി ഇറങ്ങുമോ നമ്മൾ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ പ്രിവിലേജ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിയാമായിരുന്നുവെന്നും അവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവരുമായി ശാരീരിക ബന്ധം ഉണ്ടായിരുന്നുവെന്നും പുറത്തു വന്ന ഓഡിയോകൾ എല്ലാം തന്റേതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴും അത് ബോധ്യമാകാത്തത് സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ സംരക്ഷിക്കാൻ വിവാഹിതയായ സ്ത്രീ എന്ന പിന്തിരിപ്പൻ പൊതുബോധാക്ഷേപങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഒരു പുരോഗമന സമൂഹം പെടുന്ന പെടാപ്പാട് ഓർക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത്. അവർ വിവാഹിതയായിരുന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തടസ്സമല്ലായിരുന്നു. അവർ പരാതിപ്പെടുന്നത് വരെ. പുരുഷനില്ലാത്ത പൊതുബോധത്തിന്റെ അളവുകോൽ സ്ത്രീക്ക് മേൽ അടിച്ചേൽപ്പിച്ചാൽ അവർ നിശബ്ദരാകുമെന്ന് കരുതുന്ന കോൺഗ്രസുകാരെ, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ അയച്ച സന്ദേശങ്ങൾ ആ സ്ത്രീ സൂക്ഷിച്ചു വെച്ചത് ഗൂഢാലോചന എന്ന് ആരോപിക്കുന്ന രാഹുലെ, അവർ അയച്ച സന്ദേശങ്ങൾ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾ ആരുമായാണ് ഗൂഢാലോചന നടത്തിയത്? ഫ്യൂഡൽ മനോഭാവങ്ങൾക്കെതിരെ അച്ചുനിർത്തുന്ന കോൺഗ്രസ് മുഖപത്രം രാഹുലിനെ വിശേഷിപ്പിച്ചത് മികച്ച വിത്തുഗുണമെന്നാണ്. ഇര പിടിക്കാനുള്ള പുതിയ തന്ത്രമായി ഇരയായി ഉടുപ്പിട്ടിറങ്ങിയിരിക്കുന്ന ഒരുവനെ വെള്ളപൂശാൻ കോൺഗ്രസ് ഇത്രമാത്രം തരം താഴരുത്. ഇന്നീ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: PS സഞ്ജീവ് CPIM-ൽ നിന്നും, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, C ഷുക്കൂർ അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ N ശ്രീകുമാറിലേക്ക് പോകുകയാണ്. N ശ്രീകുമാർ, ആദ്യം രാഹുലിനെ ഇരയാക്കി ചിത്രീകരിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതുന്നു. പിന്നീട് വീഴ്ച പറ്റിയെന്ന് പൊതുസമൂഹത്തിൽ പറയുന്നു. വലിയ വിവാദമാകുമ്പോൾ കോൺഗ്രസിൽ സാധാരണ ഓരോ നേതാക്കളൊക്കെ വന്ന് തരാതരം പോലെ അഭിപ്രായം പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യ മൂല്യം എന്നൊക്കെ പറയാറുണ്ട്. ഈ വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ സ്വന്തം അഭിപ്രായം പറയാനുള്ള ഇടമാണോ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ? നോക്കൂ അഷിത, വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം മാത്രം ഇപ്പോൾ പറയാം. താങ്കൾ ആമുഖത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട്. വിയോജിപ്പ് എന്ന് പറയുന്നത് എനിക്കത് ഒട്ടും തന്നെ ഇല്ല. അതിൽ വിയോജിപ്പുള്ളത് കോൺഗ്രസ്സുകാരോട് മാത്രം നിങ്ങൾ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പൊതു രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അത് യോജിപ്പാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനൊപ്പം നിങ്ങൾ ചോദിച്ചത് വീക്ഷണത്തിൻ്റെ കാര്യമാണ്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇടപെടാവൂ എന്നൊരു അപേക്ഷ ആദ്യമുണ്ട്. കാരണം എൻ്റെ കണ്ടിന്യൂഷൻ പോയാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. വീക്ഷണത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. ആ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ അവസാന പാരഗ്രാഫിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരു യുവനിര കോൺഗ്രസിൽ വളർന്നു വരുന്നതും അതിനെതിരായിട്ട് CPM-നെ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ പറയുന്നതും കോൺഗ്രസിൻ്റെ യുവനിരയെ പ്രകീർത്തിക്കുന്നതുമായ ഒരു പാരഗ്രാഫുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ CPM കാലാകാലങ്ങളായി കൈക്കൊണ്ടിട്ടുള്ള ഈ അശ്ലീല വിഷയങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാടുകൾ അക്കമിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതിലവസാനം അതിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ട്. ഇത് വീക്ഷണം എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മാത്രം ഞാൻ അവിടെ സൂചിപ്പിക്കാം. കാരണം അദ്ദേഹമാണല്ലോ ഇതിലെ ഏറ്റവും വലിയ നേതാവ് കേരളത്തിലെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മാത്രം ഞാൻ പരാമർശിക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് പരാതി എഴുതി വാങ്ങിച്ച് CBIക്ക് വിട്ടൊക്കെ അറിയാമല്ലോ. അവസാനം അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അനുശോചന സന്ദേശത്തിൽ പ്രസംഗിച്ചത് ശോഭയോടെ ഭരിച്ച ഉമ്മൻചാണ്ടി, ശോഭയോടെ ഭരിച്ച മുഖ്യമന്ത്രി എന്നാണ്. അപ്പോൾ അതിലത്തെ രാഷ്ട്രീയം അപ്പോൾ നമുക്കവിടെ കൂടുതൽ വെളിവായി. അപ്പോൾ അങ്ങനെ വീക്ഷണം ഇന്ന് ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടൊരു മുഖപ്രസംഗം എഴുതിയിട്ട് പറഞ്ഞത് കൊടുത്തത് കോൺഗ്രസ്സുകാർക്ക് കൊടുത്തൊരു മുന്നറിയിപ്പാണ്, ഒരു സന്ദേശമാണ്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് വെച്ചാൽ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ CPM സ്ത്രീപക്ഷവാദികളായി രംഗത്ത് വന്നുകൊണ്ട്
അവരെടുക്കുന്ന വാളാണ് പുരോഗമനത്തിൻ്റെ ആശയപരമായ വാൾ എന്ന് പ്രകീർത്തിക്കുമ്പോൾ അതിൻ്റെ തിളക്കം കണ്ട് മറ്റാരും അതിൻ്റെ പിന്നാലെ സിന്ദാബാദ് വിളിക്കാൻ പോകരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്തരം വിഷയങ്ങളിൽ CPM മുൻകാലങ്ങളിലെടുത്ത നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് ആ വക വിഷയങ്ങൾ വരുമ്പോൾ കരുതലോടെ പ്രതികരിക്കണം, അതിൽ തളരാൻ പാടില്ല, മുന്നോട്ട് പോകണം. ഇതാണ് വീക്ഷണം കൊടുത്ത സന്ദേശം. പക്ഷേ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒടുവിലത്തെ ഇര എന്ന ഒരു വരി എടുത്തിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്താങ്ങുന്നു എന്ന രീതിയിലൊരു വിമർശനം വന്നു. ഞാൻ ആ വിമർശത്തെ എതിർക്കുന്നില്ല. കാരണം ആ ഒരു വരി എന്ന് പറയുന്നത് ഒരു ഇര, ഈ അവസാനത്തെ ഇര എന്നുള്ളത് ഒരു വരിയാണെന്നുള്ള ശരിയാണ്. പക്ഷേ അതൊരു കാലിക വിഷയമാണ്. ആ കാലിക വിഷയം ഇതിനോട് കൂട്ടിയിണക്കിക്കൊണ്ടാണ് ആ എഡിറ്റോറിയൽ എഴുതിയ വ്യക്തി അങ്ങനെ എഴുതിയതെന്ന് അത് കൃത്യമായി വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ഒരുപാട് കാലം എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് പാർട്ടി പത്രങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് CPMൻ്റെയും മറ്റേ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സമസ്തയുടെയും ഒക്കെ പത്രങ്ങൾ, CPIയുടെ പത്രങ്ങളൊക്കെ എഴുതിയ ഘട്ടത്തിൽ, BJPയുടെ എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നില്ല, എഴുതിയ ഘട്ടത്തിൽ ചില ഘട്ടങ്ങളിൽ അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് പത്രത്തിൻ്റെ അഭിപ്രായമാണെന്നൊക്കെ പറയാറുണ്ട്. ഈ പത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ എഴുതുന്നത് വെച്ചാൽ, പാർട്ടി നേതാക്കൾക്ക് പ്രസംഗിക്കാനോ അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു വിഷയങ്ങൾ കൂടുതലായി മുഴുവനായി എഴുതി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വായിക്കുന്ന തരത്തിൽ എഴുതി അത് വിശദീകരിച്ചു കൊടുക്കാൻ പാർട്ടി പത്രങ്ങളൊക്കെ കഴിയുള്ളൂ. അങ്ങനെയാണ് ഇന്ന് വീക്ഷണം ചെയ്തത്. അതൊരു സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അതെല്ലാം അഭിപ്രായം ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ വിവാദമായല്ലോ. ചർച്ച ചെയ്തതിന് പിന്നാലെ വീക്ഷണത്തിന്റെ MDക്ക് ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇതാണെന്നും ഇതിൽ ഒരു വരിയിൽ മാത്രമാണ് പിശകുള്ളത് എന്നും പറയുന്നതിന് പകരം അദ്ദേഹം ആ ലേഖനം ഒന്നാകെ തള്ളുകയും അത് എഴുതിയ ആളെ പുറത്താക്കുമെന്ന് പറയുകയുമാണല്ലോ ചെയ്തത്. അതെന്തിനാണ്? അപ്പോൾ ഈ വീക്ഷണത്തിന്റെ MDക്ക് താങ്കൾ മുൻ പറഞ്ഞ ഈ മുന്നറിയിപ്പുകളുണ്ടല്ലോ, അതിനോടൊക്കെ വിയോജിപ്പാണോ? ഞാൻ പറഞ്ഞ മുന്നറിയിപ്പുകളെ കോൺഗ്രസ് നേതാക്കൾക്ക് ബാധകമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മുന്നറിയിപ്പ് പാർട്ടി പ്രവർത്തകർക്ക് എന്ന് വെച്ചാൽ പാർട്ടിയിലെ ചില നേതാക്കള്, ഒരു മിനിറ്റ്, ചില നേതാക്കള്, ചില പ്രവർത്തകര്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നടക്കുന്ന ചിലരൊക്കെ ഇത് CPM ആണല്ലോ പുരോഗമനവാദികൾ, സ്ത്രീപക്ഷവാദികൾ എന്നൊക്കെ ചിന്തിച്ചവരുടെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലഘു സന്ദേശം പാർട്ടിയുടെ പത്രത്തിന്റെ MD അത് തള്ളിക്കളഞ്ഞു. ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. MD ആ എഡിറ്റോറിയലിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ MDയുടെ ആ വിഷയത്തിൽ അദ്ദേഹത്തിനാണോ നിലപാടില്ലാത്തത് എന്നുള്ളത് ഒന്നാമത്തത്. രണ്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഇരവാദമുണ്ടല്ലോ, താങ്കളും ഉമ്മൻചാണ്ടിയോടാണ് ഉപമിച്ചത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. താങ്കൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ ഉമ്മൻചാണ്ടിയോളം ഉപമിക്കാൻ മാത്രം യോഗ്യതയുണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്? നോക്കൂ അക്ഷിത, നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഉണ്ടാക്കിയ വിഷയം ഇന്നത്തെ ആ എഡിറ്റോറിയലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയും തമ്മിൽ എഡിറ്റോറിയലിന്റെ ലക്ഷ്യം എന്താണ്? അതുപോലെ ഉപമിച്ച് വരികയാണ്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിലെ അവസാനത്തെ ഇര എന്ന വാചകം എഡിറ്റോറിയലിന് ഉപയോഗിക്കേണ്ടി വന്നത് അല്ലേ? N. ശ്രീകുമാർ വെറുതെ ഉമ്മൻചാണ്ടിയുടെ കാര്യം അങ്ങ് പറയുകയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കാലികമായ വിഷയം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഞാൻ വളരെ ആലോചിച്ചാണ് പറഞ്ഞത്. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനായ ഒരു പത്രപ്രവർത്തകനാണ് അക്ഷിത. ഞാൻ ഒരുപാട് പത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പത്രത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പത്രത്തിൽ വളരെ കുറച്ചു കാലത്തെ അവരുടെ റെസിഡന്റ് എഡിറ്ററായിട്ട് ഇരുന്നിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ ഞാൻ ഒരുപാട് ഇടതുപക്ഷ പത്രങ്ങളിലും ദേശീയ മാധ്യമത്തിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഞാൻ പരിപൂർണ്ണ കോൺഗ്രസ്സുകാരനായിട്ടല്ല അവിടെ വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പാർട്ടി പത്രങ്ങളുടെ പൊതു സ്വഭാവം പറഞ്ഞതാണ്. ഞാനീ പറഞ്ഞത് പാർട്ടിയുമായി ബന്ധമുള്ളവർക്ക് മനസ്സിലാവും. ഉമ്മൻചാണ്ടിയുമായിട്ടൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരാൾക്ക് ഉപമിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ശോഭയോടെ ഭരിച്ച മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയൻ പറഞ്ഞ ആളല്ലേ ഉമ്മൻചാണ്ടി? അതുപോലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വേറൊരു വിഷയം അല്ലല്ല, അത് വേറൊരു വിഷയം. അങ്ങനെയാണോ? അത് ശരി, അതെനിക്കറിയാൻ വയ്യായിരുന്നു. അത് ശരി, അതെനിക്കറിയാൻ വയ്യായിരുന്നു. 2 മുഖം ഉണ്ടോന്നുള്ള എനിക്കറിയാൻ വയ്യായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മരിച്ചുപോയ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നല്ല, പക്ഷെ അത് പൊതുവിൽ കുറവാണല്ലോ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പോലെ. ശരി, താങ്കൾ അത് പൂർത്തിയാക്കൂ, സമയം കളയണ്ടല്ലോ. ഞാൻ അടുത്ത ആളിൽ അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശരി, ഇത് കൂടി ചേർത്ത് അവസാനിപ്പിച്ചോളൂ. ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുൻപ്, അപ്പോൾ താങ്കൾക്ക് ഈ കൂട്ടത്തിലെ ഇര എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗത്തിനോട് വിയോജിപ്പാണോ, അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ള വാദം താങ്കൾക്ക് വ്യക്തിപരമായി ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് കൂടിയാകാം ഒരുപക്ഷെ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ. അതായത് ഇതിൽ സംഭവിക്കുന്നത് N. ശ്രീകുമാർ, ഇപ്പോൾ ആ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ എഴുതുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു
പാർട്ടി പത്രത്തിന് വാർത്തകളിൽ ചില ജാഗ്രത കുറവ് ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എഡിറ്റോറിയലിൽ ഇത്ര വലിയൊരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു വിഷയം എന്താണ്, ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയൽ എഴുതാനിരിക്കുന്ന ആൾ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ആര് പറയുന്ന അഭിപ്രായം മുഖവിലേക്ക് എടുത്തിട്ട് വേണം എഡിറ്റോറിയൽ എഴുതാനൊന്നൊരു പ്രശ്നമില്ലേ? ഇവിടെ ഓരോരുത്തരും ഓരോന്ന് പറയുകയാണ്. ഇവിടെ ചിലപ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടാകാം അതേ ഇരവാദം വീക്ഷണം ആവർത്തിച്ചതല്ലേ? അപ്പോൾ താങ്കൾക്ക് അതിൽ എന്താണ് അഭിപ്രായം? ഈ ഇരവാദത്തിനോട് യോജിപ്പുണ്ടോ? നോക്കൂ, കോൺഗ്രസിന്റെ അഭിപ്രായം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ല, നിയമസഭാ കക്ഷിയിലില്ല, അദ്ദേഹത്തെ പിന്താങ്ങേണ്ട പ്രശ്നമില്ല. അത് നിയമപരമായിട്ട് ഇപ്പൊ കോടതിയിൽ എത്തിയ വിഷയം നിയമപരമായിട്ട് തന്നെ പോകും. ആ അഭിപ്രായമേ എനിക്കുള്ളത്. വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിനെ കുറിച്ച് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. രാജൻ കേസിൽ, അടിയന്തരാവസ്ഥയിലെ രാജൻ കേസില് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം എന്തായിരുന്നു അറിയാമോ? കെ കരുണാകരൻ രാജിവെക്കണമെന്നായിരുന്നു അന്ന് CP ശ്രീധരൻ ആ മുഖപ്രസംഗം എഴുതിയത്. ആ പാർട്ടിയുടെ അഭിപ്രായം അതായിരുന്നില്ല. അപ്പൊ ചില ഘട്ടങ്ങളില് CPM-ന്റെ നിലപാടുകൾ ചെയ്തിട്ടില്ലല്ലോ എൻ ശ്രീകുമാർ. അവിടെയാണ് പ്രശ്നം. ആ പത്രത്തിന്റെ നിലപാട് അതാകുകയും ഞാൻ പറയട്ടെ, അല്ല, അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമായിരുന്നു, അതിന് സാധിച്ചില്ല. അവിടെയാണ് പ്രശ്നം. ഉറച്ചു നിന്നിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ വാദം ഓക്കെ ആയിരുന്നു. അല്ല അശ്വിത ഞാൻ പറയട്ടെ, എന്റെ വാദം നിങ്ങളെ അല്ല അത് എൻ്റെ കുറ്റമല്ല അടുത്ത ആളിലേക്ക് പോകേണ്ടത്. എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയണ്ടേ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്രത്തിൻ്റെ പാർട്ടി മുഖപത്രത്തിൻ്റെ മൊത്തമായി തന്നെ പാർട്ടി മുഖപത്രങ്ങളോട് ചില നിലപാടുകളുണ്ട്. അത് ചിലപ്പോൾ പാർട്ടി നേതാക്കൾക്ക് തള്ളിപ്പറയേണ്ടി വരും. അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. വീക്ഷണത്തിൻ്റെ MD KPCC ജനറൽ സെക്രട്ടറിയാണ് ജെയ്സൺ ജോസഫ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ തള്ളിപ്പറയേണ്ടി വരും. പക്ഷേ ഒരു പൊതു സന്ദേശം ആ മുഖപ്രസംഗം നൽകുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കൂടി, ഇരവാദത്തിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇരവാദം എന്നുള്ള ഒരു ഒറ്റ വരി മാത്രമേ പ്രശ്നമുള്ളൂ. ആ വരിയാണ് പ്രശ്നം. ആ വരി ഇല്ലായിരുന്നെങ്കിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെ പറഞ്ഞ ഇരവാദം, അതിനോട് താങ്കളുടെ അഭിപ്രായം? അതൊരു നല്ല ചോദ്യം. അതെന്താ? അല്ല, അതിന്റെ കാര്യം ഞാൻ പറയാം. അതിന്റെ ഉത്തരവാദി CPM-ആ. അങ്ങനെ പറയാനുള്ള ഉത്തരവാദി CPM കാരണം CPM-ന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ കാരണം. ഒറ്റ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ലല്ലോ. ഇന്ന് EP ജയരാജൻ പറഞ്ഞ കാര്യം മാത്രം. EP ജയരാജനോട് ചോദിച്ചു, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഒരു പത്രലേഖനം ചോദിച്ചു, അപ്പോൾ മുകേഷിന്റെ കാര്യമോ? അത് സിനിമയിലത്തെ വിഷയമല്ലേ? അപ്പൊ സിനിമയിലത്തെ വിഷയത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ CPM രണ്ട് അഭിപ്രായം ഉണ്ടോ? അതാണ് എന്റെ ഉത്തരം. ഞാൻ മടങ്ങി വരുന്നുണ്ട് താങ്കളിലേക്ക്. PS സഞ്ജീവ്, അതാ എഡിറ്റോറിയലിന്റെ കാര്യം നമ്മൾ ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലൊരു വാചകം ഉദ്ധരിക്കുകയാണ്. ആദ്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുൽ ചെയ്ത കുറ്റം. മാത്രമല്ല, രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPIM ഭീതിയോടെ കാണുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറഞ്ഞു വരുന്നത്. താങ്കൾ അത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ഈ വാചകം വായിച്ചപ്പോൾ ആലോചിച്ചത്, PS സഞ്ജീവ്, ഇന്ന് വീക്ഷണം എഴുതുകയാണെങ്കിൽ സമാനമായ അഭിപ്രായം പറഞ്ഞൊരു നേതാവ് ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ രാജീവ് ചന്ദ്രശേഖറും പറയുകയാണ്. താങ്കൾ അതും കേട്ടിട്ടുണ്ടാകുമല്ലോ PS സഞ്ജീവ്. അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ എങ്ങനെ വീക്ഷണത്തിനുണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഈ പറയുന്ന നിലയിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത്രമേൽ പേടിയുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എൻ ശ്രീകുമാർ അവസാനം പറഞ്ഞ കാര്യത്തിന് കൂടി ഒരു കമന്റ്. ആ വിഷയത്തിൽ നമുക്ക് വിശദമായി അടുത്ത ഘട്ടത്തിൽ പക്ഷേ വരാം. ഇപ്പോൾ ശ്രീകുമാർ സാറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന് വേണ്ടി ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഉപയോഗിച്ച ആ വാക്കും എടുത്താണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ മരണത്തെ തുടർന്നുണ്ടാകുന്ന ഏതൊരു പ്രതികരണത്തിലും ആ മനുഷ്യനോടുള്ള അനുകമ്പയും അവരോടുള്ള സഹാനുഭൂതിയും തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു പ്രദേശത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏതൊരു മനുഷ്യനും അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുക. ഒരുപക്ഷെ ഈ പറഞ്ഞ ശ്രീകുമാർ സാറിന് അറിയുന്നൊരു കാര്യമായിരിക്കാം, അങ്ങേക്ക് അറിയുന്നൊരു കാര്യമായിരിക്കാം. ഈ നിലയിൽ മാന്യമായി ഓരോ കാര്യത്തെയും പ്രതിപാദിക്കുക എന്നുള്ളത് CPM-ന്റെ നിലയാണ്. പക്ഷേ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും EMSനെയും AKGയും എന്തിനേറെ മൺമറഞ്ഞുപോയ AKG വരെ ഈ പറഞ്ഞതുപോലെ അപമാനിച്ച് വീട്ടിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ള അതേ പാർട്ടിയെ ഇന്ന് കോൺഗ്രസ് നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, വീക്ഷണം പത്രം അവരെഴുതിയ ലേഖനം പിൻവലിച്ചു. ആ ലേഖനത്തിൽ മുഴുനീളം ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണക്കുകയായിരുന്നു. ഒറ്റ വാക്കൊന്നുമല്ല, മുഴുവൻ ലേഖനവും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു. ആ മുഖപ്രസംഗം എന്ന് പറയുന്നത് പത്രത്തിന്റെ അഭിപ്രായമാണ്. ആ പത്രം ഓൺ ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണോ എന്ന ചോദ്യത്തിന് VD സതീശൻ തന്നെ പറഞ്ഞത് പത്രത്തോട് പോയി പത്രത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. അതും എടുത്ത് അങ്ങെന്തിനാണ് ഇത് ന്യായീകരിക്കാൻ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. CPM ഉണ്ടാക്കിയതാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പീഡന വിഷയം? ഈ കേരളത്തിൽ 140 MLA-മാരുണ്ട്. 139 MLA-മാരും ഇപ്പോൾ ഈ കേരളത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കുന്നതാണ്. ഇപ്പോഴും അവർ ജനങ്ങളുമായി സമ്പർക്കത്തിലാണ്. ഒരു MLA ഒളിവിലാണ്. അയാളെ CPM ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി എന്നാണോ അങ്ങ് പറയുന്നത്? ഇത് കേൾക്കുന്ന മലയാളികൾ അങ്ങേക്ക് സ്വാഭാവികമായിട്ടും എന്തോ സ്ഥലജല വിഭ്രാന്തി ബാധിച്ചു എന്ന് വിധിയെഴുതും. അങ്ങൊരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇങ്ങനെയൊന്നും എന്തെങ്കിലും വായിൽ തോന്നുന്നു പറഞ്ഞേക്കരുത്. CPM-നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത്? കേരളത്തിലെ സ്ത്രീകൾ തന്നെ ബന്ധപ്പെടുന്ന തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യവുമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുന്ന സ്ത്രീകളോട് പോലും തെറ്റായി പെരുമാറുന്ന ഒന്നാം തരം പെർവേർട്ടാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ മഹനീയമായ മഹാത്മാവായ അഭിസംബോധന ചെയ്ത് വീക്ഷണത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ വ്യക്തി ഈ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് മനോവിഷമം ഉണ്ടാക്കുകയും അവരെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്തു എന്ന് അവർ തന്നെ പറയുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അയാൾ ഒളിവിലാണ് സാർ, അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. അയാൾ ഒളിവിലാണ്. അയാൾ ഒളിവിലായതും ഈ നാട്ടിലെ എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വണ്ണം അങ്ങയുടെ നേതാവ്, ഈ പറഞ്ഞ വിത്തുഗുണമുള്ള നേതാവ് ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്, എന്ത് രാഷ്ട്രീയ സമരം കേരളത്തിൽ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെയൊക്കെ പൊക്കി പിടിക്കുന്നത്? അടിസ്ഥാനപരമായി കോൺഗ്രസിലെ സകലമാന നേതാക്കന്മാരും കളങ്കിതരാണ്. ആ കളങ്കിത രാഷ്ട്രീയത്തിൽ ഒരാൾ പുറത്തു പോയാൽ അയാൾ നാളെ പലതും വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കുന്നത്, പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ വിളിച്ചു പറയലുകൾ ഒഴിവാക്കാനാണ് ഷാഫി പറമ്പിൽ തൊട്ട് മുഴുവൻ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർ റൂമാണ് തുറന്നു വെച്ചിട്ടുള്ളത്. മുഴുവൻ സോഷ്യൽ മീഡിയ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇരയുടെ ഐഡന്റിറ്റി വരെ പുറത്തിറക്കി അങ്ങയുടെ ഈ നേതാക്കന്മാർ, ഈ മഹാന്മാർ. ഇവരെ എന്ത് പേടിക്കാനെന്നാ? ഈ കേരളത്തിലെ CPM എന്നല്ല, ഈ കേരളത്തിലെ ഒരു കുഞ്ഞു പോലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേടിക്കുന്നില്ല. എങ്ങനെ പേടിക്കുന്നുണ്ട്? നാളെ ഏതെങ്കിലും സ്ത്രീകളെ ഈ പറഞ്ഞ തെരുവിൽ ഇയാൾ കയ്യേറ്റം ചെയ്യുമോ അല്ലെങ്കിൽ അപമാനിക്കുമോ പീഡിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ സ്വാഭാവികമായും പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പോകേണ്ട സ്ഥലം ജയിലാണ്, സെൻട്രൽ ജയിലാണ്. അവിടേക്ക് സ്വാഭാവികമായും അയാൾ എത്തും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങേ പോലുള്ള ഒരാളൊന്നും ഇവരെയൊന്നും ന്യായീകരിക്കാൻ വന്നിവിടെ ഇരിക്കരുത്. കാണുന്ന ആളുകൾ കരുതും അങ്ങേക്കും അതേ നിലപാടാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങേ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം മുകേഷിന്റെ കാര്യമാണ് പറയുന്നത്. സഞ്ജീവ്, ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ സഞ്ജീവിനോട് CPM-നോട് അഭിപ്രായം തേടാൻ കാരണം, ഇല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹം മുകേഷ് 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 എന്ന് മാത്രം പറയുകയും കാതലായ വിഷയത്തിൽ മറുപടി പറഞ്ഞ് ഒഴിയാതിരിക്കുകയും ചെയ്തു. എത്ര ദുർബലമായിട്ടുള്ള ഒരു വാദമാണ് സാർ അങ്ങ് ഉയർത്തുന്നത്. മുകേഷിന്റെ കേസ് അങ്ങ് എത്ര ദുർബലമായ ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത്. കുറച്ചും കൂടി എന്തെങ്കിലും പുതുതായി വല്ല കഥയും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ കമന്റൊക്കെ വായിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പുതിയ കഥകളൊക്കെ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അതുപോലുള്ള വല്ലതും പറയാന്നല്ലാതെ മുകേഷുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പരാതി കൊടുത്ത ആളിപ്പോ എവിടെയാണുള്ളത്? അയാൾ ഒരു ജയിലിലാണുള്ളത്. ക്രെഡിബിലിറ്റിയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രെഡിബിലിറ്റിയോടുകൂടി സംസാരിക്കണം. മുകേഷുമായി ബന്ധപ്പെട്ട് CPM കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ആ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ
ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രെഡിബിലിറ്റി പ്രശ്നമുണ്ടല്ലോ. ആ ക്രെഡിബിലിറ്റി ഉൾപ്പെടെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ പരിശോധന നടത്തുമ്പോൾ കേരളത്തിലെ ഇപ്പോൾ ആരോപണം വന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നത് കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരയെ അപമാനിക്കുന്നതിലേക്ക് പോകേണ്ട. CPM-ന്റെ നിലപാട് അത് സഞ്ജീവ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അതിൽ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിൽ ഇരയെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നവും ഞങ്ങൾക്കില്ല. അവര് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതി പറഞ്ഞു. ആ പരാതി ആ നിലയിൽ തന്നെ CPM കണ്ടു. CPM അതിനെ നേരിടാൻ തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുമ്പോൾ തുലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തു തന്നെ വന്നാലും അത് നേരിടും, അതിനെ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളും, അതിനെ ആ നിലയിൽ തന്നെ കണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് CPM നിലപാട്. പക്ഷേ ഒരു കാര്യം കൂടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തെ കേരളത്തിലെ ഇതുവരെ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തുലനം ചെയ്യാൻ വേണ്ടി പോയിട്ട് അതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തുന്നത് തന്നെ അബദ്ധജടിലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പെരുമാറാൻ, സ്ത്രീകളോട് തെറ്റായ നിലയിൽ ഇടപഴകാൻ കഴിയുമോ എന്നുള്ളത് അങ്ങുൾപ്പെടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വക്കാലത്തുമായി അങ്ങേ പോലുള്ള ഒരാൾ ഈ പറഞ്ഞതുപോലെ മുകേഷിന്റെ പേരോ മറ്റേതെങ്കിലും ആളുടെ പേരോ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ശരിയായ നിലപാട് ഉയർത്താൻ കോൺഗ്രസിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിന്റെ രാഷ്ട്രീയത്തെ അവരോട് തുറന്നു പറയാൻ, ഇത് തെറ്റാണെന്നും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു MLA ആയി തുടരാൻ അർഹതയില്ലെന്നും അയാൾ ഉടനടി ഈ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങുകയും സ്വാഭാവികമായും ഈ കേരളത്തിന്റെ മനസാക്ഷിയോട് കേരളത്തോടും മാപ്പ് പറയണം എന്നുള്ളതും ഒരു അടിസ്ഥാന ആവശ്യമായെങ്കിലും ബാക്കിയുള്ള ശിക്ഷയുടെ കാര്യത്തൊക്കെ പുറകെ അത് നിയമത്തിന്റെ കാര്യമാണ്. പക്ഷെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ തയ്യാറാവണം. ഞാൻ മടങ്ങി വരാം. ശ്രീ N. ഷുക്കൂർ, നോക്കൂ, ഈ നിഷേധിക്കാനാകാത്ത കുരുക്കാകുന്ന ആരോപണങ്ങളെ തന്ത്രപരമായി അംഗീകരിക്കുക ഒരു ക്രിമിനൽ ബുദ്ധിയാണ് എന്നുള്ളത് മുൻപ് എവിടെയോ വായിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ സസൂക്ഷ്മം വായിച്ചു പോകുമ്പോൾ അതേ വാചകം അടിവരയിട്ട് ആവർത്തിക്കാൻ തോന്നുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ പുതിയ ഇരയെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇരയായി ഉടുപ്പിട്ട് അഭിനയിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. രാഹുൽ ഇവിടെ ചെയ്യുന്നത് അത് തന്നെയല്ലേ? അതിനു മുമ്പ് ശ്രീകുമാർ സാറും സജീവും പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ രീതിയിൽ പ്രതികരിക്കാൻ തോന്നുന്നു. ശ്രീകുമാർ സാറ് പറയുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ നേരത്തെ കേരള കോൺഗ്രസ് രൂപം കൊള്ളാൻ പോലും കാരണമായത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി കാറിൽ യാത്ര ചെയ്ത സംഗതിയാണ്. അദ്ദേഹം മരണം വരെ അതിന് കാരണമായി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായിരുന്നു. അത്രമാത്രം ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ധാർമ്മികത പുലർത്തണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. അതിനുശേഷം ഈ സമീപകാലത്ത് നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മേലെ വലിയ രീതിയിൽ ആക്ഷേപം വന്നു. അതിനുശേഷം സമീപകാലത്തുണ്ടായത് ഈ നിയമസഭയിൽ ഇപ്പം 3 MLA-മാരുണ്ട്. 2 പേര് UDF-ൻ്റെ ഭാഗത്തുനിന്ന്, ഒരാൾ LDF-ൻ്റെ ഭാഗത്ത്, 3 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് സജീവ് പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. മുകേഷ് അടക്കമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അത്ര ആൾക്കാരെ നിയമസഭ അംഗമായി തുടരുന്നതിൽ ഉചിതമല്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എൻ്റെ നിലയിൽ എൻ്റെ നിലപാട്. ഈ സംഗതി ഉയർന്ന സമയത്തും ഞാൻ ആ നിലപാടെടുത്താണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ കാസർഗോഡ് MP ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ മീഡിയയോട് കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം, നേരത്തെ കോൺഗ്രസിൻ്റെ 2 MLA-മാർ, ഒരാൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആൾ, മറ്റൊരാൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾ, കൊല്ലത്തുനിന്നുള്ള CPM-ൻ്റെ MLA, ഈ 3 പേർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ PR ഏജൻസിനെ വെച്ച് ഇരയാക്കപ്പെടുന്ന മനുഷ്യരെ ആക്രമിക്കുന്ന സമീപനമുണ്ടായിരുന്നില്ല. ഈ 3 MLA-മാരും നിയമത്തിൻ്റെ വഴിയിൽ കീഴടങ്ങാൻ തയ്യാറാവുകയും 2 പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടി, ഒരാൾ ജയിലടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ 3 MLA-മാർക്കെതിരെയും അവരുടെ ഏതെങ്കിലും PR ഏജൻസി കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഈ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ സ്വകാര്യത മുഴുവൻ വലിച്ചു പുറത്തിടുന്ന രീതിയിൽ അവർക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്ന നിലയിൽ PR ഏജൻസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല.
അന്ന് മുകേഷിനെതിരെയും അതുപോലെ തന്നെ മറ്റു 2 MLA-മാർക്കെതിരെയും കൃത്യമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ തെറിവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ അവസ്ഥ? സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ ടീമിൽപ്പെട്ട ആൾക്കാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കാസർഗോഡ് MP ധീരമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ, കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്ന നേരത്തെ PT ചാക്കോക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ ഉണ്ടായ അതേ കോൺഗ്രസ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നേതാവെന്ന നിലയിൽ കൃത്യമായ നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിന് നിരന്തരം തെറിവിളിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ VD സതീശിനെതിരെ കേക്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ 100 കണക്കിന് വീഡിയോകളാണ് കോൺഗ്രസിൻ്റെ പെയ്ഡ് ഏജന്റുമാർ ചെയ്യുന്നത്. ഇതാണ് ഇതിലെ വിഷയം. ഈ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഇത്തരം ആരോപണം വന്ന ആൾക്കാർ PR ഏജൻസിനെ വെച്ച് അവരുടെ പെയ്ഡായ ആൾക്കാരെ വെച്ച് ഇത്തരം ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൾക്കാർക്കെതിരെ ആക്ഷേപം വന്ന ഘട്ടത്തിൽ അവരൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ നീങ്ങുകയാണ് ചെയ്തത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ ചെയ്യുന്ന രീതി, ഇവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന പെൺകുട്ടികളെ മാത്രമല്ല ആ പെൺകുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിലെ തന്നെ നേതാക്കളെയും അതിരൂക്ഷമായ രീതിയിൽ തെറിവിളിക്കുന്ന സൈബർ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പണം നൽകുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട പ്രശ്നമാണ്. ധാർമ്മികതയുടെ മാത്രമല്ല പെയ്ഡായിട്ട് രാഷ്ട്രീയ നേതാക്കൾ സൃഷ്ടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, BJP, അവർക്കൊന്നും അവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ പെയ്ഡ് സൈബർ ഗുണ്ടകൾ ഉപയോഗിച്ച് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഡിജിറ്റൽ മേഖലയിലുള്ള മുൻകൈ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് കൃത്യമായി ഞങ്ങളുടെ കാസർഗോഡ് MP കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനും അതിനെ തുടർന്ന് തൃശ്ശൂർ മുൻ MP പ്രതാപനും വളരെ വ്യക്തമായി കൃത്യമായി അദ്ദേഹം നിലപാട് പറയുകയുണ്ടായി. ഇന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുകയുണ്ടായി, KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് CPM ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതാണോ? കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ന് കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കിട്ടിയിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്താണ് നേതാക്കൾ അയാളെ പുറത്താക്കിയത്. അങ്ങനെ നേതാക്കളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ ഒരു രാഹുലിന് അനുകൂലമായി KPCCയുടെ മുഖപത്രമായ വീക്ഷണത്തിൽ ലേഖനം വരുന്നത് ഉചിതമാണോ എന്ന് അങ്ങ് ഒരു വട്ടം കൂടി ആലോചിക്കണം. ഇത് അദ്ദേഹത്തിന് കേസ് വന്നത് കൊണ്ടല്ല, കേസ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ KPCC പുറത്താക്കിയത് നിങ്ങൾ തന്നെ പറയുന്നത് ആ KPCCയുടെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ കിട്ടുകയും ആ പരാതി വസ്തുതാപരമാണെന്നും അതിൽ കഴമ്പുണ്ടെന്നും നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ ഉന്നതയായ IAS ഓഫീസറെ, ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവമായി നിൽക്കുന്ന സ്ത്രീ അടക്കമുള്ള നിരവധി ആൾക്കാരെ, ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയൊക്കെ നിരവധി ആൾക്കാരെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ലൈംഗിക പീഡകനായ സെക്ഷലി പെർവേർട്ടായ ഒരാൾക്ക് വേണ്ടി KPCCയുടെ മുഖപത്രം CP ശ്രീധരനെ പോലുള്ള മുതിർന്ന ഏറ്റവും സമൂഹം അംഗീകരിക്കുന്ന നേതാക്കൾ പത്രാധിപരായിരുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇത്തരം ഒരു മുഖപ്രസംഗം വരുന്നത് കേരളത്തിന് അപമാനമാണ്. കേരള സാമൂഹ്യ മണ്ഡലത്തിൽ പത്രപ്രവർത്തകർ അപമാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജാമ്യത്തിലേക്ക് വന്നാൽ എന്താ മുൻകൂർ ജാമ്യത്തിന്റെ സാഹചര്യം? മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പാണ്. എന്താ മുൻകൂർ ജാമ്യത്തിൻ്റെ പ്രശ്നം? ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം വളരെ സുപ്രധാനമായ ഒരു ഭരണഘടനാ അവകാശമാണ്. ആർട്ടിക്കിൾ 21 എന്നീ ഘടകവിരുദ്ധമായ സംഗതിയാണ് ഒരാളെ ജയിലിൽ അടക്കുക എന്നുള്ളത്. ജയിലിൽ അടക്കണമെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മാത്രമേ പാടുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ യാത്ര ചെയ്യുന്ന ഒരാളെയും തടഞ്ഞു വെക്കാനോ പിടിച്ചു നിർത്താനോ ജയിലിലടക്കാനോ നമ്മുടെ ഭരണഘടന പ്രകാരം ഒരാൾക്കും അവകാശമില്ല. ഒരാളെ ജയിലിലടക്കണമെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയിരിക്കണം. അങ്ങനെയാണ് എന്താ, അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിലെ അയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യത ഉള്ള വകുപ്പുകളാണെങ്കിൽ
ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് എന്താണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്താണെന്ന് BNSS കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തിൽ മേലെ തടവ് ലഭിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളെയാണ് സാധാരണ നിലയിൽ ജാമ്യമില്ലാ വകുപ്പുകളായി കണക്കാക്കുന്നത്. എന്നാൽ 7 വർഷത്തിന് താഴെ അത് ശിക്ഷയുള്ളൂവെങ്കിൽ അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി പറയുന്നത് അത്തരം കാര്യത്തിൽ അറസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ 7 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ അയാളുടെ അറസ്റ്റ് ആവശ്യമാണ്. അറസ്റ്റ് എന്തിനാ? അറസ്റ്റ് തെളിവ് ശേഖരിക്കാൻ വേണ്ടി അറസ്റ്റ് ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ അയാൾ ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ അറസ്റ്റ് ആവശ്യമാണ്. വല്ല സംഗതി റിക്കവർ ചെയ്യണമെങ്കിൽ നേരത്തെ CRPC 127 പ്രകാരം പ്രതിക്ക് മാത്രം അറിവുള്ള പ്രതിയുടെ മാത്രം ഉള്ളിൽ അറിയുന്ന കാര്യം അത് ഈ കേസിൻ്റെ ഒരു തെളിവിലായി വരണമെങ്കിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യ സമയത്ത് വെളിവാകുന്ന കാര്യമനുസരിച്ച് അയാൾ ലീഡ് ചെയ്തുകൊണ്ട് ആ തെളിവ് സാധനം റിക്കവർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ ഡീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ആ കുറ്റകൃത്യം ഗുരുതരമാണെങ്കിൽ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകാനും ഈ ഡിറ്റൻഷൻ ആവശ്യമാണ്. സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞത് ഉന്നതന്മാരായ പ്രതികൾ അവർക്ക് വളരെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ നിസ്സാരമായി ജാമ്യം ലഭിക്കുന്ന ഘട്ടം വന്നാൽ തെറ്റായ സന്ദേശം സമൂഹത്തിനുണ്ടാകും. ഈ കാര്യത്തിൽ അയാൾ എന്താ പറയുന്നത്? എനിക്ക് അവരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, അവർ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് സൗഹൃദമുണ്ടാക്കിയത്, അവർ അബോർഷൻ നടത്തിയത് ഞാനല്ല. മാത്രമല്ല അവർ തമ്മിൽ സംഭാഷണം ആ ഇരയാക്കപ്പെട്ട വിക്ടിമായ ലേഡി സൂക്ഷിച്ചു വെച്ചത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അത് പറയുന്നത്. പ്രഥമദൃഷ്ട്യാ ഇതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ ഒരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു കോടതി നോക്കാൻ കഴിയില്ല. വിശാലമായ കേസ് ട്രയൽ സമയത്ത് നടക്കുന്ന ഓരോ തെളിവുകളും പരിശോധിച്ച് ഓരോ മുതലുകളും പരിശോധിച്ച് ഓരോ രേഖകളും പരിശോധിച്ച് അതിൽ ഈ കുറ്റകൃത്യം നടക്കുന്നതാണോ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണെന്ന് പരിശോധിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല. അതിന് പകരം പ്രഥമദൃഷ്ട്യാ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, അയാളുടെ ഡീറ്റൻഷൻ ആവശ്യമാണോ, അയാൾക്ക് ഇപ്പോൾ ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമോ? ഈ 3 കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജിക്ക് ചെയ്യാനുള്ളത്. പക്ഷേ കേരളത്തിലെ ജുഡീഷ്യറിയിൽ നടക്കുന്ന ചില സംഗതികൾ ഞാനിപ്പം ആസ് എ പ്രാക്ടീസിങ് ലോയർ എന്നതിൽ ചില കാര്യങ്ങൾ പറയാൻ പരിമിതിയുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. വേടനിയും വിജയബാബു എന്ന് പറയുന്ന സംവിധായകനും കേരള ഹൈക്കോടതി കേസുകളിൽ മുൻകൂർ ജാമ്യം കൊടുത്തത് തെറ്റായ സന്ദേശമാണെന്ന് പലരും പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രിവിലേജായ മനുഷ്യന്മാർക്ക് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ പരിഗണിക്കാതെ അവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് തീർച്ചയായും തെറ്റായ സന്ദേശം നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിലവിലുള്ള ഇത്തരം ഒരു കേസിൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ല. ശരി ഓക്കെ ഞാൻ അതിലൊന്നും ഇടപെടുകയാണ്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീകുമാർ, ആദ്യഘട്ടത്തിൽ താങ്കൾ കോൺഗ്രസിന്റെ അഭിപ്രായം രാഹുൽ മാങ്കുട്ടലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് എന്നത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് നിലപാട് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് പലതവണ KPCC അധ്യക്ഷൻ പറഞ്ഞത് കേട്ടു. അദ്ദേഹം ഇങ്ങനെയാണ് ആവർത്തിക്കുന്നത്: കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കളുടെയും ഏകാഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായം തേടി എല്ലാവരും രാഹുൽ മാങ്കുട്ടലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണെന്ന്. പക്ഷേ Suധാകരൻ എന്ന മുൻ KPCC അധ്യക്ഷൻ, കേരളത്തിലെ ഏറ്റവും മുതിർന്നൊരു നേതാവല്ലേ, അദ്ദേഹം പറയുന്നു ഞാൻ ആ ചർച്ചകൾ കേട്ടിട്ട് പോലുമില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, എൻ്റെ അഭിപ്രായമല്ല അത് എന്ന് പറയുകയാണ്. അടൂർ പ്രകാശ് ഏകകണ്ഠമായി എടുത്ത അഭിപ്രായമാണെങ്കിൽ അടൂർ പ്രകാശിന് പുറത്തു വന്ന് ഇങ്ങനെ പറയേണ്ടി വരില്ലല്ലോ. അതായത് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് പുറത്താക്കുക എന്നുള്ളത് അത് കോൺഗ്രസിന്റെയോ KPCCയുടെയോ ഏകകണ്ഠമായ തീരുമാനമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ താങ്കൾ പറയുമായിരിക്കും. പക്ഷേ ഈ നിലയിൽ വരില്ലായിരുന്നു ശ്രീകുമാർ. അതായത് പാർട്ടിയുടെ അഭിപ്രായത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ നേതാക്കളുടെ അഭിപ്രായം വരില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ പ്രശ്നം എന്താണ് ശ്രീകുമാർ? ഇത് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ തന്നെ പറയുന്നു ആ സ്ത്രീ വിവാഹിതയായിരുന്നു, അവരുടെ ചില പ്രശ്നങ്ങൾ പറയാനാണ് അവർ ആദ്യം എനിക്ക് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങുന്നത് എന്ന്. അതായത് ഒരു ജനപ്രതിനിധിയോട് ഒരു സ്ത്രീ പ്രശ്നങ്ങൾ പറയുകയാണ്. ഈ നിലയിലാണോ അപ്പോൾ ജനപ്രതിനിധി തിരിച്ചിടപെടേണ്ടത്? പതിയെ അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവർ വീക്കായിരുന്നു എന്നുള്ളത് രാഹുൽ തന്നെ പറയുന്നുണ്ട്. ഇമോഷണലി വീക്കായിരുന്നു. ആ വീക്ക്നെസ്സിനെ ദുരുപയോഗം ചെയ്താണ് ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നീട് സെക്ഷൽ റിലേഷനിലേക്ക് പോകുന്നു. പിന്നീട് ഉണ്ടായതെല്ലാം ആ ചാടിച്ചവിട്ടുമെന്ന ഓഡിയോ അടക്കം തൻ്റേതാണ് എന്നും രാഹുൽ സമ്മതിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ് ഗൂഢാലോചന? ഇങ്ങനെ ഒരാളെ അടൂർ പ്രകാശ് അടക്കം Suധാകരൻ അടക്കം ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? നോക്കൂ ശ്രീമതി അസിത, ഈ കൈരളി ചാനലിൻ്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് അതിലത്തെ രാഷ്ട്രീയം പറയാനാണ്. കഴിഞ്ഞ ദിവസം അസിത എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ വരില്ലെന്നാണ് പറഞ്ഞത്.
അസതിയോടെ തന്നെയാണല്ലോ പറഞ്ഞത് വരില്ല എന്ന്. കാരണം അന്ന് അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഉള്ളത് വരുമ്പോഴാണ് ഞാൻ വരുള്ളൂ. അശ്ലീല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാനോ അതിൻ്റെ അളവെടുക്കാനൊന്നും ഞാൻ പോകാറില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒന്ന്, ഇവിടെ ശ്രീ സഞ്ജീവ് ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും ഈ ചർച്ചയിൽ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് CPM നേതാക്കളുടെ പാനലിൽ തന്നെ. പക്ഷേ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ വെള്ളപൂശാനോ ന്യായീകരിക്കാനോ ഞാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ പാർട്ടിയുടെ നിലപാട് പറയും. പാർട്ടിയുടെ നിലപാട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു പാർട്ടിയോട് താല്പര്യമുള്ള പത്രപ്രവർത്തകനായതുകൊണ്ടാണ്. കൈരളി ചാനലിൽ ഇന്ന് വന്നതും പാർട്ടി നിലപാട് വ്യക്തമായതുകൊണ്ട് അതിന് പറയാൻ വേണ്ടി മാത്രവുമല്ല, വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം വിമർശിക്കപ്പെട്ടതുകൊണ്ട് അത് നിങ്ങൾ ചോദിക്കും എന്നുള്ളതുകൊണ്ട് അതുകൂടെ പറയാനാണ്. അതുകൊണ്ട് ശ്രീകുമാർ എന്നയാളൊരു ശ്രീകുമാർ എന്ന ആളിൻ്റെ ഒരു കോൺഗ്രസ് പക്ഷപാതം മനസ്സിലിട്ടുകൊണ്ട് ഈ ചർച്ചയിൽ ഇങ്ങനെ നമ്മളെ അളക്കാൻ ശ്രമിക്കരുത്. അത് മോശമാണ്. കാരണം ഞാൻ മുകേഷിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ്, താരതമ്യം ചെയ്യല്ല ഞാൻ ചെയ്തത്. അത് ഷുക്കൂർ വക്കീലിന് കൃത്യമായി മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ EP ജയരാജൻ ഇന്ന് പറഞ്ഞ കാര്യമാണ്. EP ജയരാജൻ പറഞ്ഞ 2 കോൺട്രഡിക്ടറി ഞാൻ ചൂണ്ടിക്കാണിക്കുക. അല്ലാണ്ട് രാഹുൽ ഇങ്ങനെ ചെയ്തല്ലോ മുകേഷ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഞാൻ പറയാറില്ല. എന്നെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണമെന്ന് സുഹൃത്തായ സഞ്ജീവിനോട് ഞാൻ പറയുന്നു. ഈ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ നൽകിയ പൊതു സന്ദേശം, ആ പൊതു സന്ദേശം ഞാൻ അംഗീകരിക്കുന്നു. ഒരുപക്ഷെ നാളെ കോൺഗ്രസ് ആ പത്രത്തെ തള്ളി പറഞ്ഞേക്കാം, അല്ലെ എഴുതിയ ആൾ പോലും ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കാം. പക്ഷെ അത് എഴുതിയപ്പോൾ അതിലുണ്ടായ സന്ദേശം, ആ എഡിറ്ററുടെ മനസ്സിൽ എന്താണോ ഒരു സന്ദേശം ഉണ്ടായിരുന്നത്, അത് CPMൻ്റെ ഇരട്ടത്താപ്പാണ്. ആ സന്ദേശമാണ് അതിൻ്റെ ഹെഡിങ് അടക്കം ഞാൻ സൂചിപ്പിച്ചത്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഒന്ന്, പിന്നെ വീക്ഷണത്തിന് മുമ്പ് എഡിറ്റോറിയൽ എഴുതിയിട്ട് മാറ്റിയിട്ടില്ല. മുമ്പ് ഒരാള് ഒരു രാജേന്ദ്ര പ്രസാദ് എഡിറ്റോറിയലിന്റെ കാര്യം താങ്കൾ ഇത് പറയുന്നത് അതിൽ വ്യക്തത വരുന്നില്ല ശ്രീകുമാർ. അതാണ് അതിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ എഴുതിയ ആൾ ഇത് ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ നിലപാട് ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നു കോൺഗ്രസ് നിലപാട് വിശദീകരിക്കാനെന്ന്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഹുലിനെ പുറത്താക്കി എന്നുള്ളതായിരിക്കുമല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നിലപാട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏകാഭിപ്രായം എന്ന് നേതാക്കൾ പറയുമ്പോൾ അല്ല, ഞങ്ങളുടെ ആരുടെയും അഭിപ്രായമല്ല എന്ന് 1 ഡസൻ നേതാക്കൾ പുറത്തു വന്ന് പറയുന്നു. അപ്പോൾ അത് ആരുടെ, അതായത് അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് കോൺഗ്രസിന്റെ അഭിപ്രായം ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ സണ്ണി ജോസഫിന് അത് വേണ്ട നിലയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ആ മെസ്സേജ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കൊടുക്കാൻ കഴിയുന്നില്ലായിരിക്കും. അതിന്റെ തുടർച്ചയാണ് ഈ നേതാക്കളുടെ പ്രതികരണവും വീക്ഷണത്തിന്റെ മുഖപ്രസംഗവും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതുമൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടി തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ വിശ്വസിക്കുമോ? നോക്കൂ, അഷിതയുടെ നിഗമനങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അഷിത കൈരളി ചാനലിൻ്റെ അവതാരകയാണ്, പാർട്ടി ചാനലാണ് കൈരളി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞേ. ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവർക്കും നിഷ്പക്ഷമതികളായ CPMമാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ വീക്ഷണം മുഖപ്രസംഗം നൽകിയ പൊതു സന്ദേശം അല്ല, ഞാൻ പറയട്ടെ, വീക്ഷണ മുഖപ്രസംഗം നൽകിയ പൊതു സന്ദേശമുണ്ട്. അത് CPMൻ്റെ ഇരട്ടത്താപ്പുകളാണ് ഈ വക വിഷയത്തിൽ. അതിൽ യാതൊരു മാറ്റമില്ല. അത് അക്ഷര എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇത് മാറില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ സഞ്ജീവ് പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെയും BJPയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുൽ ചെയ്ത കുറ്റം എന്നുള്ളതാണ് വീക്ഷണം പറയുന്നത്. വീക്ഷണത്തിന് ആ ഒരു കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. ആ കുറ്റം രാഹുൽ ചെയ്തത് കൊണ്ട് അദ്ദേഹം ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ കേസിനെ കുറിച്ച് ഒരു വാചകം വീക്ഷണം പറയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ, വീക്ഷണം അത് പറയുന്നുണ്ടോ? നോക്കൂ, CPMൽ നടക്കുന്ന ഇങ്ങനത്തെ വിഷയങ്ങളിൽ CPMൻ്റെ പത്രത്തിൽ കൊടുക്കാറുണ്ടോ? അത് പാർട്ടി പത്രമാണ് സുഹൃത്തെ. പാർട്ടി പത്രം പാർട്ടിക്കെതിരെ എങ്ങനെ എഴുതുക? നിങ്ങൾ അത് പിന്നെ എന്തിനാണ് സാർ പാർട്ടിക്കെതിരെ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നീട് പിൻവലിക്കാൻ പോയത്? സാർ എന്താണ് ഈ പറയുന്നത്? അല്ല, അശ്വിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ. ശ്രീ എൻകുമാർ സാറിന്റെ അത്രയും അനുഭവ പരിചയം എനിക്ക് വിഷയത്തിലില്ല. താങ്കൾ ആദ്യഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്? പാർട്ടിയുടെ അഭിപ്രായം എഴുതാൻ മാത്രമല്ല പാർട്ടി മുഖപത്രം, അടിയന്തരാവസ്ഥ താങ്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ താങ്കൾ പറയുന്നു പാർട്ടിയുടെ അഭിപ്രായം എഴുതാനല്ലേ മുഖപത്രം, അതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന്. എന്താണ് സാർ പറയുന്നത്? പറയുന്നതിനൊരു ഒരുമയൊക്കെ വേണ്ടേ? അയ്യോ, എൻ്റെ അഷിത ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കാതിരിക്കുകയാണോ? അഷിത, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. അഷിതയുടെ മനസ്സിൽ ആവേശം വരരുത്. അപ്പൊ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കും. അതായത് പാർട്ടി പത്രം, ഏത് പത്രമാണെങ്കിൽ ശരി, അവരവരുടെ കാര്യങ്ങളെ കുറിച്ച്, നിങ്ങൾ ദേശാഭിമാനിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. CPMൽ നടക്കുന്ന കാര്യങ്ങൾ ദേശാഭിമാനി എഴുതില്ല.
അത് മനസ്സിലാക്കൂ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് മുഴുവൻ ഉൾക്കൊണ്ടിട്ട് പറയൂ. അതായത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കൂ. വീക്ഷണം ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ പൊതു സന്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാർട്ടി നേതാക്കൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ടല്ല ഞാൻ പറയുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ സഞ്ജീവ് പറഞ്ഞത് മുൻപ് ഇതുപോലെ എഴുതിയിട്ട് പിൻവലിച്ചു. അത് പിൻവലിച്ചിട്ടൊന്നുമില്ല, അതൊരു ലേഖനമായിരുന്നു. അത് പുറത്തുള്ള ഒരാൾ എഴുതിയതാണ്. ആ ലേഖനത്തിന് വീക്ഷണവുമായിട്ട് ബന്ധമില്ലെന്ന് അന്നത്തെ അതിൻ്റെ MD അന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എനിക്കറിയില്ല. എന്തായാലും അത് ലേഖനമാണ്, മുഖപ്രസംഗമല്ല. രണ്ടാണ്. അപ്പം തെറ്റിദ്ധരിക്കരുത്. മൂന്നാമത്തെ കാര്യം, ഇവിടെ എന്തുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസ് എന്നുള്ളത്, അത് CPM കാരണമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ CPM എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ വരുമ്പോൾ അതിൽ പല നേതാക്കൾ എടുക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയിൽ എടുത്ത നിലപാടുകളുമായി തുലനം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളെ ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം വരും. ആ വ്യത്യസ്ത അഭിപ്രായം മുമ്പ് വന്നിട്ടില്ലേ, CPM വന്നിട്ടില്ലേ? കാരണം CPM ഒരു കാര്യത്തിൽ CPM ശരിയാണ് കേട്ടോ. കാരണം അവിടെ ഇങ്ങനത്തെ സ്ത്രീ വിഷയങ്ങളും പീഡനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരൊറ്റ കെട്ടിട്ട് എല്ലാവരും പറയും. അതിൽ വനിതാ നേതാക്കളും അതെ, പുരുഷ നേതാക്കളും അതെ, എല്ലാവരും ഒറ്റക്കെട്ട. ഇപ്പോഴത്തെ അതല്ല. ഇപ്പോഴത്തെ വ്യത്യസ്ത അഭിപ്രായം സ്ത്രീകളും പുരുഷന്മാരൊക്കെ പറയും. അതാ കോൺഗ്രസിൻ്റെ ഒരു ഘടനാപരമായ വ്യത്യാസമായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, രാഷിദ ചോദിച്ചിട്ട് ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നതിൽ ചില നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായം പറയും. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ പറഞ്ഞില്ലേ, രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ നിലപാട്, സുധാകരൻ്റെ നിലപാട്, അതൊക്കെ വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. KPCC ഒരു നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടിയെ ഒരു നേതാവും ചോദ്യം ചെയ്തിട്ടില്ല. ഒന്ന്, ആ നടപടി എടുത്തു കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാട്ട് അദ്ദേഹം വീണ്ടും സജീവമായപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്നു. ആ ചേർന്നവരൊന്നും കോൺഗ്രസ്സുകാരാവണമെന്നില്ല. അത് സോഷ്യൽ മീഡിയ, ഷുക്കൂർ വക്കീൽ പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പുണ്ട്. സോഷ്യൽ മീഡിയ ശക്തമായ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയെ ചിലരെ പിന്തുണയ്ക്കും. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ പിന്തുണച്ചതിൽ സോഷ്യൽ മീഡിയ പിന്തുണച്ചതിലെ അപാകം വന്നപ്പോഴാണ് MV ജയരാജൻ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ തള്ളിപ്പറഞ്ഞത്. ഷുക്കൂർ വക്കീലിൻ്റെ നാട്ടിൽ അറിയാമല്ലോ. അത് ഞങ്ങൾക്കതിൽ ബന്ധമില്ല എന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് സുധാകരനെ പോലുള്ള CPM നേതാക്കൾ ഇത് മോശമായ അഭിപ്രായമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ചില ഹാൻഡിലുകളെ കുറിച്ച് പറഞ്ഞത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനമില്ല. കോൺഗ്രസിൻ്റെ തീരുമാനം യഥാർത്ഥ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് CPM നേതാക്കളെ ചില ന്യായീകരണങ്ങളായിട്ട് വരുമ്പോൾ ആ ന്യായീകരണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഒരു വെമ്പല് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. നിലപാടാണ്. നല്ല തമാശയാണ് സാർ, നല്ല ലോജിക്കാണ്. ഞാൻ വരാം. സഞ്ജീവ് മനസ്സിലായത് ഈ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ നേതാക്കൾ, ഒരു മിനിറ്റ് സാർ, അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ നേതാക്കൾ ഈ വിഷയത്തിന്റെ മെറിറ്റിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ലല്ലോ. ആ വിഷയത്തിന്റെ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലല്ലോ. പകരം എന്താണ് ചെയ്തത്? രാഹുലിനെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. താങ്കൾ പറഞ്ഞത് അംഗീകരിക്കാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ, വ്യക്തിപരമായി ഇത്തരം വിഷയങ്ങളെ ന്യായീകരിക്കാൻ താങ്കൾ ആളല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാണ്. ആരും പറഞ്ഞിട്ടില്ല. നോക്കൂ അക്ഷിത, ഞാൻ പറഞ്ഞ നിങ്ങൾ വളച്ചൊടിക്കല്ലേ. ഈ കൈരളി ചാനലിൽ ഉണ്ടാകുന്ന കുഴപ്പമതാ. ഈ കൈരളി ചാനലിലുള്ള പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പം തന്നെ ആങ്കർ വളച്ചൊടിക്കും. ഞാൻ പറഞ്ഞാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇതാ പ്രശ്നം. ബഹളം ഉണ്ടാക്കി പോകരുത്. ബഹളം ഉണ്ടാക്കി പോകരുത് പ്ലീസ്. നിങ്ങൾ ആങ്കറാണ്, നിങ്ങൾ ബഹളം ഉണ്ടാക്കി പോകരുത്. ഇതാണ് വിഷയം. ഇതാണ് കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ കാര്യം അപ്പം തന്നെ വളച്ചൊടിക്കുക. ഞാൻ പറഞ്ഞ എന്താ, CPM നേതാക്കൾ പറഞ്ഞിട്ടാണ് കോൺഗ്രസ് അഭിപ്രായം ഉണ്ടാക്കുന്നത്. CPM നേതാക്കളെ അവരുടെ പാർട്ടിയിലെ ചില കാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ അവർ ആവർത്തിക്കുമ്പോൾ, ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് അക്ഷിതയ്ക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് പത്മകുമാറിന്റെ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയ CPM നേതാവ് പത്മകുമാറിന്റെ വിഷയം. ഈ വിഷയം ME ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? കുറ്റാരോപിതനാണ്, ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നേരെ മറിച്ചൊരു കോൺഗ്രസ്സുകാരനാണെങ്കിലോ ഇങ്ങനെ പറയില്ല. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളെ വന്നത്. കൊല്ലം MLA, പേര് ഞാൻ പറയുന്നില്ല, കൊല്ലം MLA വിഷയം വന്നു. അപ്പം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ ഒരു മിനിറ്റ് നിൽക്ക്. ആ കൊല്ലം MLA കുറിച്ച് എന്താ പറഞ്ഞത്? അത് MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ?
എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ CPM പൊള്ളും. CPM പൊള്ളുമ്പോൾ ഈ ചർച്ചയിൽ എന്നോട് ചാടിയിട്ട് കാര്യമില്ല. ആ CPM നേതാക്കളെ വിളിച്ചു പറയാ, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എനിക്ക് ആങ്കർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക. CPM നേതാക്കളുടെ പറയാ, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും, അല്ല CPM നേതാക്കളുടെ പറയാ, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എനിക്ക് ആങ്കർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരെ വിളിച്ചു. CPM നേതാക്കളുടെ കുടുംബങ്ങളിൽ നിന്നല്ല സാർ ശമ്പളം തരുന്നത്, എനിക്കതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. PS സഞ്ജീവ്, അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചാൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നില്ല. താങ്കൾ കേട്ടല്ലോ വളരെ കൃത്യമായി ശ്രീകുമാർ സാർ ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിലപാടിനെ അനുസരിച്ചിരിക്കും അവരുടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ N ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാന്യമായി പറഞ്ഞു, ഇത്തരം വിഷയങ്ങളെ ന്യായീകരിക്കാൻ ഞാനില്ല, വെള്ളപൂശാനില്ല, കോൺഗ്രസിന്റെ നിലപാട് ഇതാണെന്ന്. ഈ കോൺഗ്രസ് നിലപാട് പറഞ്ഞ നേതാക്കൾ ആരും പക്ഷേ ഈ വിഷയത്തിന്റെ മെറിറ്റിൽ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ PS സഞ്ജീവ്, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അവരെന്താണ് ഓൺ ചെയ്യുന്നത്? ഇത് ഇവര് ഈ പറഞ്ഞ ശ്രീകുമാർ സാറിന് ഉൾപ്പെടെ അറിയാഞ്ഞിട്ടല്ല, അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുക, എന്നോട് ചോദിച്ചു, ഇവിടെ പറയുന്ന ഒരു പ്രസ്താവനകൾക്കിടയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നത് കേട്ടു, ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഈ പറഞ്ഞ രാഹുൽ പാലക്കാട് ഇറങ്ങിയപ്പോൾ പിന്തുണയുമായി വന്നു എന്നൊക്കെയാണ്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ എന്തായിരുന്നു പറഞ്ഞത്? അങ്ങ് കേട്ടതല്ലേ? രാഹുൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി തൊട്ട് സജീവമായിരിക്കും എന്നായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ചോദ്യങ്ങളുമായി മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം കൊടുക്കുന്നുണ്ടായിരുന്നത്. ഒരു പാലക്കാട്ടെ MP ആണ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്, ഈ പറഞ്ഞ പാലക്കാട്ടെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെയും ഗൃഹസന്ദർശനത്തിലും മറ്റു പരിപാടികളിലും പൊതുപരിപാടികളിലും ഒക്കെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ജില്ലാ ഭാരവാഹികൾ തൊട്ട് മണ്ഡലം പ്രസിഡന്റുമാർ തൊട്ട് എല്ലാ പ്രവർത്തകരും സജീവമായി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയും ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയും ഇദ്ദേഹത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വലിയ വിഭാഗം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം പുറത്തു പോയാൽ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്ന ഈ ഒട്ടനവധി കാര്യങ്ങളിൽ പലരുടെയും തല ഉരുളാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ന്യായീകരണത്തിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഇരയുടെ പേരുൾപ്പെടെ, സാറ് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഇരയുടെ പേരും ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്നിട്ട് അവസാനം ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ UDFന്റെ ഹാൻഡിലുകളിൽ പേരും ഫോട്ടോയും വരികയാണ്. ആരാണിത് നേതൃത്വം കൊടുക്കുന്നത്? KPCCയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്, ഒരു ലജ്ജയുടെ ലാഞ്ചനയുമില്ലാതെ ഇപ്പോഴും നിങ്ങളുടെ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഉൾപ്പെടെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ചർച്ചയിൽ പറഞ്ഞില്ലേ? അങ്ങയുടെ പിന്നെ ഈ പറഞ്ഞ നിസ്സഹായ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങ് പറഞ്ഞു, ആദ്യം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ് വന്നത്. കോൺഗ്രസ് എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് വീക്ഷണം പത്രത്തെ തള്ളി. ആ തള്ളിയ വീക്ഷണം പത്രത്തിന്റെ ആ പ്രസ്താവന, ഈ പറഞ്ഞ എഡിറ്റോറിയലിനെ അങ്ങ് ഇവിടെ ന്യായീകരിക്കുകയായിരുന്നു. പത്രം അങ്ങനെ പറയൂ, പത്രം പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ഫാക്റ്റാണ്, പൊതു രാഷ്ട്രീയമാണ്. എന്ത് പൊതു രാഷ്ട്രീയമാണ് ആ പത്രത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത്? ഞാനിരുന്ന് വായിച്ചപ്പോൾ ഒരു പൊതു രാഷ്ട്രീയവും ഒരു പൊതു കൺസെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൊതുവിൽ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ ആശയവും അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്ത് പൂർണ്ണമായും ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ക്രക്സ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അത് തന്നെയാണ് അങ്ങും ഓൺ ചെയ്യുന്നത്. അങ്ങ് പറയുന്നതാണ്, അങ്ങ് ആ ലേഖനത്തെയും അല്ലെങ്കിൽ ആ പറഞ്ഞ ഈ പറഞ്ഞ പിന്നെ നമ്മുടെ എഡിറ്റോറിയലിനെ ഇപ്പോഴും തള്ളിയില്ലല്ലോ. ഈ നിമിഷവും അങ്ങ് തള്ളി സംസാരിക്കുന്നില്ലല്ലോ. അങ്ങ് പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത നിലപാട്, അങ്ങ് തന്നെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ രണ്ട് ഭാഗങ്ങളിലുമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങുൾപ്പെടെയുള്ള ആളുകൾ തുറന്ന മനസ്സോടുകൂടി ഈ പറഞ്ഞ സെക്ഷലി ഈ പറഞ്ഞിട്ടുള്ള ഈ സമൂഹത്തിന് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള ഈ പെർവട്ടായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളം സഹിക്കേണ്ടതില്ലെന്നും ഇയാളെ പുറത്താക്കേണ്ടതാണെന്നും ഇയാൾ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് നിയമത്തിന് കീഴടങ്ങേണ്ട ആളാണെന്നും ഉൾക്കൊള്ളണം. ഇപ്പോൾ നേരത്തെ
സുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഏത് നിയമ നടപടിക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ്, ഒരു ന്യായീകരണത്തിനും എവിടെയും ഞങ്ങൾ ചെന്നിട്ടില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ നിമിഷവും ഇരയാക്കപ്പെട്ട ഓരോ സ്ത്രീകളും വേട്ടയാടപ്പെടുകയാണ്. ഓരോ സ്ത്രീകളുടെയും പുതിയ പുതിയ ഫോട്ടോകളും അവരുടെ ഐഡന്റിറ്റിയും സൊസൈറ്റിക്ക് മുന്നിൽ സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി ഇവർ പതിവ്രതയാണോ, ഇവർ മാന്യയാണോ, ഇവർ നല്ല സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചു പോവുകയാണ്. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടോ അതിന്റെ തീവ്രത, അതിന്റെ ഒരു എത്രത്തോളം തീവ്രമായിട്ടാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ടോ? കേരളത്തിലെ സ്ത്രീകളെ ആകെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് അങ്ങയുടെ നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഉൾപ്പെടെ വരുന്നത്. അപ്പൊ അങ്ങ് ഇവിടെ വന്നിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങ് വീക്ഷണൻ പത്രത്തിന്റെ എഡിറ്റോറിയലിന് ഇപ്പോഴും തള്ളുന്നില്ല. അപ്പൊ അങ്ങയോട് ചോദിക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ യഥാർത്ഥ സ്റ്റാൻഡ്? അദ്ദേഹത്തെ പുറത്താക്കേണ്ടതല്ലേ? അദ്ദേഹം ഒളിച്ചോടിയത് എന്തിനാണ്? അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങണ്ടേ? സ്വാഭാവികമായും നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങി കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? ഈ നിമിഷം വരെയും ഏറ്റവും അവസാനം ഫേസ്ബുക്കിൽ എന്താ അദ്ദേഹം കുറിച്ചത്? സത്യം വിജയിക്കും. ഇതുവരെ എല്ലാം നുണയാണെന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഈ പുറത്തു വന്ന ഓഡിയോ ഒന്നും എന്റേതല്ല എന്ന കാര്യവും പറയാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? സത്യവാങ്മൂലം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അപ്പീലിൽ എന്താ പറയുന്നത്? ഇതൊക്കെയും സംഭവിച്ചിട്ടുണ്ട്, ഈ സ്ത്രീകളെയൊക്കെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട എന്റെ രേഖകളെല്ലാം അവർ കയ്യിൽ വെച്ചത് എന്നെ ഗൂഢാലോചനയിൽ പെടുത്താനാണ്. സമാനമായി തിരിച്ചും നേരത്തെ അർഷിത പറഞ്ഞതുപോലെ സമാനമായി തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഈ രേഖകളൊക്കെ എന്തിനാണ് എടുത്തു വെച്ചത്? തിരിച്ചും ഈ പറഞ്ഞതുപോലെ ആ സ്ത്രീയെ അപമാനിക്കാനല്ലേ? ആ സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയും നിലയുമില്ലേ? അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? MLA ആയാൽ കോൺഗ്രസിന്റെ MLA ആയി ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ഈ ന്യായമായ ചോദ്യമില്ലേ? അപ്പോൾ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത് ബാക്കിയുള്ള കോൺഗ്രസ് MLA-മാരും ഇങ്ങനെയാണ്, ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഇങ്ങനെയാണ്, ഇത്തരം വിഷയങ്ങളിലൊക്കെയും കോൺഗ്രസ് എടുക്കാൻ വേണ്ടി പോകുന്ന നിലപാട് ഇങ്ങനെയാണ്. ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഇവർക്ക് വേണ്ടി വാർ റൂം തുറന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന നിലപാട് ഇന്ന് ജനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ആ വിശദീകരണം ഉണ്ടാകുന്നില്ല. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ചു അങ്ങൊന്ന് മറുപടി പറയൂ. കഴിഞ്ഞൊക്കെ ചർച്ചകളിൽ അങ്ങ് പറഞ്ഞത് ഒരു പരാതിയും ഇല്ല എന്നല്ലേ? മുൻപും ഈ സമാന സ്വഭാവമുള്ള ഒരുപാട് പരാതികൾ AICC-യുടെയും KPCC-യുടെയും വ്യത്യസ്ത കോൺഗ്രസ് നേതാക്കന്മാരുടെയും കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വ്യക്തമാണല്ലോ. ഇതിനു മുമ്പും സമാനമായി ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങുൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് CPM നിലപാടിനനുസരിച്ചേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ്. CPM കൃത്യമായി എല്ലാ കാര്യങ്ങളിലും നിലപാടെടുത്തിട്ടുണ്ട്. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് ഒരു വിട്ടുവീഴ്ചയും CPM ഈ കാലയളവിൽ ഒരു വിള്ളലും വരുത്തിയിട്ടില്ല. ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൃത്യമായും നിലപാടുകൾ എടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങുൾപ്പെടെയുള്ള ആളുകൾ എന്താ പറയുന്നത്? ഈ വീക്ഷണം എഡിറ്റോറിയൽ എന്താ പറയുന്നത്? CPM ഗൂഢാലോചനയാണെന്ന്. ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും അബ്യൂസ് ചെയ്യുകയും പെർവേർട്ടായിട്ടുള്ള ഈ ഇടപെടലൊക്കെയും നടത്തിയത് CPM ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായാണോ? ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ മണ്ടന്മാരാണെന്നാണോ അങ്ങുൾപ്പെടെയുള്ള കരുതുന്നത്? ശ്രീ C. ഷുക്കൂർ, ഇവിടെ കോൺഗ്രസുകാരും കോൺഗ്രസിന്റെ സൈബർ വിങ്ങും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്ന വലിയ പിന്തുണയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിന്റെയും ലീഗ് അനുകൂലികളുടെ യൂത്ത് ലീഗിന്റെ ഒക്കെ നിലപാടാണ്. അവർ ഇപ്പോൾ ഈ കൺസെപ്ച്വൽ സെക്സിനെ കുറിച്ചൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ, ആ മനസ്ഥിതിയിലേക്കൊക്കെ മാറിയോ മുസ്ലിം ലീഗ്? അതിനു മുമ്പ് ഈ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറഞ്ഞത് കോൺഗ്രസ് ഒരു നിലപാടെടുത്തു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെയാണ്. വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. ഇന്ന് ഈ വാർത്തയിൽ ആദ്യമായി ആ പെൺകുട്ടി അതിജീവിത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. ആ പരാതി നൽകിയ ഉടനെ തൊട്ട് ശേഷം ദീപദാസ് മുൻഷി എന്ന് പറയുന്ന AICC-യുടെ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ആൾ എന്തായിരുന്നു പ്രതികരിച്ചത്? എത്ര മോശമായിട്ടായിരുന്നു അവർ പ്രതികരിച്ചത്? അവർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ആണോ പോകേണ്ടത്, നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടത്?
എന്നിട്ട് അങ്ങനെ ആ സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുതിർന്ന നേതാവ് കൂടി തുടങ്ങിയതാണ്. തുടർന്ന് അടൂർ പ്രകാശിൻ്റെ നിലപാട് എന്തായിരുന്നു? ഇത് ഇലക്ഷൻ കാലത്ത് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ നേതാക്കൾ ഇത്തരം ഒരു സമീപനം എടുക്കുന്നത് കൊണ്ടാണ് ഈ സൈബർ രംഗത്ത് ഇവരുടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പെയ്ഡ് കൂട്ടങ്ങൾ അതിഭീകരമായി ഇവരെ ആക്രമിക്കുന്നത്. ഇത് ഇവിടെയും കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ഈ ഗ്രൂപ്പിൻ്റേതാണ്, ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അടിമകളുടേതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പം അഷദ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ പ്രതികരണം വളരെ ഖേദകരമെന്ന് പറയട്ടെ. ഇവരുടെ മതധാർമ്മികതയെക്കുറിച്ച് നിരന്തരം പ്രസംഗിക്കുന്ന സ്ത്രീകളുടെ മുടിയിൽ നിന്ന് സ്ത്രീകളുടെ തലയിലെ തട്ടമൊന്ന് മാറിപ്പോയാൽ ആങ്ങളമാരായി നിരനിരയായി നിന്ന് സ്വർഗത്തിൽ പോകേണ്ട പെണ്ണേ എന്ന് ഹാഷ്ടാഗ് ഇട്ട് കമൻ്റ് എഴുതുന്ന മുഴുവൻ ആൾക്കാരും കൺസെക്ഷൽ സെക്സിനെക്കുറിച്ചും ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലിംഗ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം പ്രഭാഷണം നടത്തുന്നതും പ്രബന്ധം എഴുതുന്നതും കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുണ്ട്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ SFIയുടെ സെക്രട്ടറി സജീവ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജീവ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസിലേക്ക് അടുത്ത കാലത്ത് വന്ന RSSകാരനായ സന്ദീപ് വാര്യർ, അദ്ദേഹം RSSൽ ഉണ്ടാകുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ സമീപനം എന്താ? അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്. കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ കഴുത്തിൽ കത്തിച്ച ടയർ കത്തിച്ച് അവരുടെ കഴുത്തിലിട്ടാൽ അവർ ചത്തൊടുങ്ങി ആ പ്രശ്നങ്ങൾ തീരുമെന്ന് കുറിപ്പെഴുതിയ ആളാണ് സന്ദീപ് വാര്യർ. പാലക്കാട് ഒരു ആന പടക്കം പൊട്ടിയിട്ട് മരിച്ച സമയത്ത് മലപ്പുറം ജില്ലയിലാണ് ആ പടക്കം പൊട്ടി മരിച്ചതെന്ന് യാതൊരു മടിയില്ലാതെ വംശീയത എഴുതിയ ആളാണ് സന്ദീപ് വാര്യർ. അയാളുടെ മനോനില RSSകാരൻ്റെ അല്ലെങ്കിൽ ഇപ്പം കോൺഗ്രസ്സിലുള്ള അതേ സാധാരണ ഒരു സൈബർ കോൺഗ്രസ്സുകാരൻ്റെ മനോനിലയിൽ നിന്ന് ഒട്ടുപോലും മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇരയുടെ ഫോട്ടോ അയാൾ പുറത്തിടുകയാണ്. അയാളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് ആ ഇരയുടെ ഫോട്ടോ അയാൾ തന്നെ പറയുന്നത്. ലക്ഷ്മി പത്മ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിയിരുന്നു, പിന്നെ എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് മാറ്റിയതാണ്. ആ പെൺകുട്ടിയും ഭർത്താവ് ഒരു വളരെ പ്രോബ്ലമാറ്റിക്കായി നിൽക്കുന്ന വലിയ തോതിൽ സമ്മർദ്ദമുള്ള ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വിമർശനങ്ങൾ ഉണ്ടായി, അത് ആ ആൾ തന്നെയാണ് എന്ന് അയാൾ ഉറപ്പിക്കുകയാണ്. അതെ, അയാൾ പറയുന്നത് ഉറപ്പിക്കുകയാണ്. ഞാനത് പറയുന്നത് വളരെ സമ്മർദ്ദത്തിന്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനുമായിട്ട് ഈ സ്ത്രീക്ക് വലിയ സ്നേഹവും അടുപ്പവും സൗഹാർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് മാത്രം അത് നീണ്ടുപോകുന്നത്. അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ അതിക്രൂരമായ രീതിയിൽ ഒരു സൈക്കോപാത്തിനെ പോലെ അവരെ വഞ്ചിക്കുന്ന സമയത്താണ് അവരുടെ നിഷ്കരണം, അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുകയും അയാളുടെ സെക്സ് സ്ലൈവായി ആ സ്ത്രീയെ കാണുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അവർ ഒരു പരാതി പറയാൻ തയ്യാറായത്. അങ്ങനെയുള്ള സ്ത്രീയെ വളരെ മുതിർന്ന കോൺഗ്രസ്സിലെ ഉയർന്ന KPCC സെക്രട്ടറി പോലുള്ള ഒരു സ്ഥാനത്തുള്ള ഒരാൾ അവരുടെ പടം പുറത്തുവിട്ട് സൈബർ ഗുണ്ടകൾക്കും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സൈബർ അണികൾക്ക് ആ സ്ത്രീക്കെതിരെ തെറി പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആ സന്ദീപ് വാര്യർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി ധൈര്യം കാണിക്കുമോ? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ അയാൾ തള്ളിപ്പറയോ? നമ്മളെ നാട്ടിലുള്ള ഒരു വിലപിക്കുന്ന വലിയ നമുക്കറിയാലോ ഒരു ഏത് അവസ്ഥയിലാണ് ഒരു പ്രണയം തകർന്നു പോയ ഒരു സ്ത്രീ എത്ര ട്രോമയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എല്ലാ മനുഷ്യർക്കും അറിയുന്നതാണ്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ സ്ത്രീയെ കൂടുതൽ മോശമാക്കുന്ന രീതിയിൽ അവരെ അപകടത്തിലേക്ക് നീക്കുന്ന രീതിയിൽ മനസ്സാക്ഷിയില്ലാതെ അവരുടെ ചിത്രം പുറത്തുവിടുന്ന കോൺഗ്രസ് സൈബർ ഗുണ്ടകളെയും അതുപോലെ തന്നെ സന്ദീപ് വാര്യർ പോലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ ആ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ ഉപദേശിക്കുമോ? നിങ്ങൾ ആ ഒരു നിലപാട് പറയുമോ? ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ കൂടെയാണെന്ന് പരസ്യമായി പറയാൻ കഴിയുമോ? ആകെ ഉണ്ടായിരുന്ന ഒരു എണ്ണടാവുന്ന ഒരു യൂത്ത് കോൺഗ്രസ് സജ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവരെ ധീരതയോടെ പറഞ്ഞു, ഈ ചങ്ങായിനെ ഈ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചാലേ ഈ പാർട്ടി രക്ഷപ്പെടുമോ എന്ന് ധീരമായി പറഞ്ഞ ആ പെൺകുട്ടിയോട് നമ്മൾ ബഹുമാനിക്കേണ്ടതിരിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനോട് ബഹുമാനം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി ഇത്തരം നിലപാട് പറയാൻ കഴിയാത്തത്? അവരൊക്കെ CPMൻ്റെ മേലെ പഴിചാരുകയാണ്. ഈ CPM ഈ കാര്യത്തിൽ ഒരു റോളും ഇല്ലെന്നേ.
CPM ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കറിയാം, ഈ നാട്ടിലെ സ്ത്രീകൾക്കറിയാം, പെൺകുട്ടികൾക്കറിയാം, ഇത്തരം സെക്ഷലി പെർവേർട്ടഡായ ആൾക്കാരെ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിച്ചാൽ ഇതുപോലെ മുന്നോട്ട് പോകാൻ അനുവദിച്ച് വലിയ തോതിൽ ഇനിയും സ്ത്രീകൾ ആക്രമിക്കപ്പെടും. സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഉൾക്കൊണ്ടാൽ കോൺഗ്രസിന് കുറച്ചും കൂടി ആയുസ് ഉണ്ടാവും എന്നേ പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീകുമാർ സാർ. സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും PS സഞ്ജീവ്, N ശ്രീകുമാർ, അഡ്വക്കേറ്റ് C ശുക്കൂർ, വളരെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.